Balance the following equation by half reaction method. Half reaction method in basic medium. Okay. അപ്പം ആദ്യം എഴുതേണ്ടത് എന്താണെന്നറിയാം? ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാം. MnO4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? x plus 4 into minus 2 is equal to 0. അപ്പം അല്ല, ഇവിടെ MnO4 മൈനസ് ഉണ്ടേ കേട്ടോ, MnO4 മൈനസ് ഉണ്ടേ. അപ്പം ഇവിടെ -1 വന്നു. അങ്ങനെയാണെങ്കിൽ x minus 8 is equal to -1 എന്നും x is equal to -1 plus 8 എന്നും x is equal to 8 minus 1 7 എന്നും വന്നു. അതിനർത്ഥം ഇവിടുത്തെ Mn ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7, ഇവിടെ -1. ഇവിടെ ഇതിന്റെ Mn നോക്കിയേ, x plus -2 into 2 equal to 0, x minus 4 is equal to 0, x is equal to 4. അപ്പൊ ഇവിടെ +4, ഇവിടെ 0. ഓക്കെ ആണോ? അപ്പം ഇവിടെ Mn എന്ത് സംഭവിച്ചു? Mn ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് ബൈ 3. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ബൈ 1. ശരിയല്ലേ? ഓക്കെ. അപ്പം എന്താ, ഓക്കെ. അപ്പം ഹാഫ് റിയാക്ഷൻ എഴുതാം. ഹാഫ് റിയാക്ഷൻ നോക്കി, I മൈനസ് എന്നുള്ളത് എന്തായിട്ട് മാറി? I2 ആയിട്ട് മാറി. തെറ്റാണല്ലോ. ഓക്കെ. MnO4 മൈനസ് എന്നുള്ളത് എന്തായിട്ട് മാറി? MnO4 മൈനസ് എന്നുള്ളത് MnO2 ആയിട്ട് മാറി. ഓക്കെ. അപ്പം ഇനി നമുക്കറിയാം I മൈനസ് ഒരിക്കലും I2 ആകത്തില്ല. അപ്പൊ 2I മൈനസ് മാത്രമേ I2 ആകത്തുള്ളൂ. 2 മൈനസ് I മൈനസ് 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്താൽ മാത്രമല്ലേ ഉള്ളൂ I2 ആകുന്നത്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്തു? +2 ഇലക്ട്രോണിനെ. ഓക്കെ. അപ്പം ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ 3 കുറയുക ചെയ്യുന്നത്, ഇല്ലേ? ഓക്സിഡേഷൻ നമ്പർ 3 കുറയുക എന്ന് പറയുമ്പോൾ അവിടെ റിഡക്ഷൻ നടക്കുക എന്നർത്ഥം. അതായത് 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുക എന്നർത്ഥം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇംബാലൻസ് കാണിച്ചു. ഇംബാലൻസ് കാണിക്കാൻ വേണ്ടി നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ×3 ×6 ചെയ്തു. സോറി, ഇവിടെ ×3 ചെയ്തു, ഇവിടെ ×2 ചെയ്തു. ഓക്കെ. അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതി? ഇവിടെ 2I മൈനസ് ഗീവ്സ് എന്താ? I2 പ്ലസ് 6 ഇലക്ട്രോൺ എന്നും അവിടുന്ന് MnO4 മൈനസ് അല്ല സോറി 2MnO അല്ല സോറി ഇവിടെ 3 × 2 6 വരുമല്ലോ. 6I മൈനസ് gives 3I2 plus 6 electrons എന്നും 2MnO4 minus plus 6 electrons gives 2MnO2 എന്നും. ഓക്കെ ആണല്ലോ. ഇനിയുമാണ് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. എന്താണെന്നറിയാമോ? ഇവിടെ ബാലൻസ് ചെയ്യാം, ഓക്സിജനെ ബാലൻസ് ചെയ്യാന്നുള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പരിപാടി ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ഓക്സിജനെ ബാലൻസ് ഇവിടെ H+ ഇട്ടല്ല, ഇവിടെ OH- ഒക്കെ ഇട്ടാണ് കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ ബുദ്ധിമുട്ട്. അപ്പൊ ഇവിടെ നമുക്കിപ്പം 6I- പ്ലസ് ഇത് കിട്ടി. ഇനി താഴത്തേനകത്ത് ഓക്സിജനെ ബാലൻസ് ചെയ്യാം. ഓക്കെ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 4,
ഓക്കെ കുഞ്ഞുങ്ങളെ നോക്കി. അതായത് ഇവിടെ ബേസിക് മീഡിയം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. അതാണ് ഒന്ന് നിന്നത്. അതായത് ഇവിടെ മൊത്തം എത്ര ഓക്സിജൻ ഉണ്ട്? 8 ഓക്സിജൻ ഉണ്ട്, ശരിയല്ലേ? ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്, ആണല്ലോ. അപ്പൊ ഇവിടെ ഇനി എത്ര ഓക്സിജൻ കൂടെ വരണം? 4 എണ്ണം കൂടെ വരണം. അപ്പൊ അതിനു വേണ്ടി 4 H2O ഇട്ട് കൊടുത്തു. ഓക്കെ, കഴിഞ്ഞില്ല. ഇനി ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം, ഹൈഡ്രജനെ കൂടെ ബാലൻസ് ചെയ്യണം, ശരിയല്ലേ? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആസിഡ് മീഡിയം ആണെങ്കിൽ ഇവിടെ എന്താ, ഇപ്പൊ ഒരു 8H+ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇവിടെ നോക്കി, ഇപ്പം അപ്പൊ നിങ്ങൾ പറയാം എന്നാ പിന്നെ 8OH- ഇട്ട് കൊടുത്താൽ പോരെയെന്ന്. നോക്കി, ഇവിടെ 8OH- ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ വീണ്ടും ഇംബാലൻസ് ആയില്ലേ? കണ്ടോ, 8 ഹൈഡ്രജൻ വന്നു, പക്ഷെ വീണ്ടും 8 ഓക്സിജൻ കൂടെ വന്നു. അതിനെ ബാലൻസ് ചെയ്യേണ്ടി ഇവിടെ വാട്ടർ ഇട്ട് കൊടുക്കണം, അല്ലേ? അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഇവിടെ ഇവിടെ 8 ഹൈഡ്രജൻ ഉണ്ടല്ലോ. ആ 8 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു 8 വാട്ടർ മോളിക്കൂൾ കൂടി ഇട്ട് കൊടുക്കുക. 8 വാട്ടർ മോളിക്കൂൾ ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ 8 വാട്ടർ മോളിക്കൂളിനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ എത്ര ഹൈഡ്രജൻ ആയി? ഇവിടെ ഓൾറെഡി 16 ആയി, ഇവിടെ 8 ആയി. അപ്പൊ ഇനിയിപ്പം 8OH- ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പോരെ? കാരണം നിങ്ങൾ ചോദിക്കും, നമ്മൾ H+ ആഡ് ചെയ്തപ്പം ഇവിടെ 8 ഹൈഡ്രജൻ വന്നപ്പോൾ ഇവിടെ 8H+ അല്ലേ ഇട്ട് കൊടുത്തേ? അവിടെ ഇവിടെയും 8OH- ഇട്ടാ പോരെ? നോക്കി, 8OH- ഇട്ടപ്പോൾ ഹൈഡ്രജൻ ബാലൻസ് ആയി, പക്ഷെ വീണ്ടും 8 ഓക്സിജൻ വന്നപ്പോൾ ഓക്സിജൻ ഇംബാലൻസ് ആയില്ലേ? അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ നോക്കും. അതായത് ഇവിടെ നമുക്ക് ഇപ്പം എത്ര ഓക്സിജൻ ആയിട്ട് കൊടുക്കേണ്ടത്, അല്ല ഹൈഡ്രജൻ ആയിട്ട് കൊടുക്കുന്നത്? 8 ഹൈഡ്രജൻ വേണം. ആ 8 ഹൈഡ്രജൻ കറസ്പോണ്ടിങ് ആയിട്ട് 8 വാട്ടർ മോളിക്കൂൾ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയായി? 16 ഹൈഡ്രജൻ ആയി, അല്ലേ? 16 ഹൈഡ്രജനും 8 ഓക്സിജനും ആയി. അപ്പം ഇവിടെ ഓൾറെഡി 8 ഹൈഡ്രജൻ ഉണ്ട്. അത് 8 ഹൈഡ്രജനിൽ ബാക്കി ഒരു 8 ഹൈഡ്രജൻ കൂടെ ബാലൻസ് ചെയ്യാനുണ്ട്. അപ്പൊ അവിടെ 8OH- ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞില്ല, ഓവറോൾ ചെയ്ത് എഴുതാം. എങ്ങനെയാണെന്നറിയാമോ? തന്നെ ഇവിടെ, അതായത് ഇവിടെ 2MnO2, MnO4-, 6 ഇലക്ട്രോൺ പോയി, പ്ലസ് 6I-. ഇനി നോക്കി, ഇവിടെ 8H2O ഉണ്ട്, ഇപ്പുറത്ത് 4H2O ഉണ്ട്. ഈ 4H2O ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 8H2O - 4H2O വരുമ്പോൾ 4H2O ഇവിടെ തന്നെ കിടക്കും. അപ്പൊ 4H2O, അതായത് 2x - x ചെയ്യുമ്പോൾ x കിട്ടുന്ന പോലെ തന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ സൈഡിലെ എല്ലാം കഴിഞ്ഞു. ഇനി ഗീവ്സ് ഇപ്പുറത്തെ സൈഡിലെ 2MnO2 പ്ലസ് 3I2 പ്ലസ് എന്താ ബാക്കി പിന്നെ എന്തെങ്കിലും ഉണ്ടോ? 3I2 പിന്നെന്താ? ഇവിടുത്തെ ഇവൻ പോയല്ലോ, ഇവിടുത്തെ ഇവൻ ഇപ്പുറത്തുമായിട്ട് ക്യാൻസൽ ആയി പോയി, മൈനസ് ചെയ്ത് പോയി. പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? 8OH- ഇങ്ങനെയായിരിക്കും അവിടുത്തെ ബേസിക് മീഡിയം ബാലൻസ്. ക്ലിയർ ആണോ? സെറ്റ് ആണോ?